ഹരിയേട്ടാ, ഒന്ന് എഴുന്നേറ്റേ, ഓഫീസിൽ പോകണ്ടേ? എന്തൊരുറക്കമായത്? ഭാമ ഹരിയെ കുലുക്കി വിളിച്ചു. ഹരി പതിയെ കണ്ണുകൾ തുറന്നു. നീ ഇവിടെ വന്നേ, നീയും കൂടി ഇവിടെ കിടക്ക്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കാം. ഹരി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചത്തിലേക്കിട്ടു. അപ്രതീക്ഷിതമായി ചെയ്ത ആ പ്രവൃത്തിയിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. വിട് ഹരിയേട്ടാ, കൊഞ്ചല്ലേ. ഇന്നേതാ ദിവസം എന്നറിയോ? അവൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്തു. നല്ല തണുപ്പ്. അവൾ കുളിച്ചിറങ്ങി തലയിൽ ടവൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഹരി അവളെ ചുംബിക്കാനാഞ്ഞു. ഒരു പ്രാവശ്യം തന്നെ കുളിക്കാൻ മടിയാ? അപ്പോഴാ ഇനിയും? അവൾ കുസൃതിയോടെ ചിരിച്ചു. ദേ എണീറ്റേ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ മാഷിന്? അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ, തൻ്റെ പിറന്നാളാണോ? അവൻ മടിയോടെ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. ആഹാ, ഇതാ ഇപ്പോൾ നന്നായേ. പിറന്നാളല്ലേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത്? അവൾ പരിഭവപ്പെട്ടു. പിന്നെ എന്താ ഇപ്പോൾ? ഹരിക്ക് പിടികിട്ടിയില്ല. നീ പറഞ്ഞേ. അവൻ സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ഇന്നേ ഞാൻ ഈ കയ്യും പിടിച്ച് ഈ വീട്ടിലെത്തിയ ദിവസാ. അവൾ പുഞ്ചിരിച്ചു. ഇന്നാണോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി? അവൻ അവളെ നോക്കി. ഹരിയേട്ടൻ വേഗം എണീറ്റ് ഫ്രഷായി വന്ന് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം. അവൾ പറഞ്ഞപ്പോൾ അവനത് സമ്മതിച്ചു. ഹരി ഒരു കമ്പനിയിൽ മാനേജറായി വർക്ക് ചെയ്യുകയാണ്. അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് ഹരിയുടെ കുടുംബം. 1 വർഷമായി ഭാമയുടെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞിട്ട്. കുട്ടികളായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് വിശേഷമൊന്നുമായില്ലേ എന്ന് കാണുന്നവരുടെയെല്ലാം പതിവ് പല്ലവി. നിങ്ങൾ പ്ലാനിങ്ങിലാണോ എന്ന് ഫ്രണ്ട്സും ചോദിച്ചു തുടങ്ങി. എല്ലാം അവർ ഒരു ചിരിയിലൊതുക്കി. അങ്ങനെ സന്തോഷപൂർവ്വം മുന്നോട്ടു പോകുന്ന ഒരു കുടുംബമായിരുന്നു ഹരിയുടേത്. രാവിലെ പതിവ് പോലെ കുളിച്ച് വേഷം മാറി ഹരി കണ്ണാടിയിൽ നോക്കി തൻ്റെ മുടി ചീകി ഒതുക്കി. ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇട്ട് കൊടുത്ത് ടൈയെല്ലാം ശരിയാക്കി ഭാമ കൂടെ തന്നെ നിന്നു. അവൻ അവളെ പ്രണയപൂർവ്വം നോക്കി നിന്നു. ഭാമയുടെ നെറുകയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് അവൻ ഓഫീസിലേക്ക് പോകാനിറങ്ങി. നിറഞ്ഞ മനസ്സോടെ ഭാമ അത് നിന്നു. ഹരി ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. എല്ലാവരും അവനെ സംബോധന ചെയ്തു. നിറഞ്ഞ ചിരിയോടെ ഹരി എല്ലാവരോടും തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൻ തൻ്റെ ക്യാബിനിലേക്ക് കയറി അവൻ്റെ ജോലികളിൽ മുഴുകി. പുറത്ത് നല്ല ഇടിയും മഴയും തകർത്ത് പെയ്യുന്നുണ്ട്. എല്ലാവരും പോയതിനു ശേഷമാണ് ഹരി ഓഫീസിൽ നിന്നും ഇറങ്ങാറുള്ളത്. അവൻ താഴെ എത്തിയപ്പോൾ പ്രിയ പുറത്തു നിൽപ്പുണ്ട്. മഴ കാരണം പോവാത്തതാണെന്ന് അവന് തോന്നി. നല്ല ഇടിയും മിന്നലും കണ്ടപ്പോൾ അവൾ പേടിച്ചരണ്ടാണ് നിൽക്കുന്നതെന്ന് ഹരിക്ക് മനസ്സിലായി. എന്താടോ, താൻ പോയില്ലേ? ഹരി പുഞ്ചിരിയിൽ പ്രിയയെ നോക്കി. കുടയെടുക്കാൻ മറന്നുപോയി. എല്ലാവരും പോവുകയും ചെയ്തു. പ്രിയ സാരി തലപ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കാറെടുത്തു കൊണ്ടുവരാം. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഹരി പ്രിയയെ നോക്കി. അയ്യോ വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. അവൾ പറഞ്ഞുവെങ്കിലും ഹരി സമ്മതിച്ചില്ല. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയിൽ അവൾക്കൊരു ലിഫ്റ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹരിക്ക് തോന്നി. അവൻ നിർബന്ധിച്ചപ്പോൾ പ്രിയ ഹരിയുടെ കാറിൽ കയറി. പ്രിയയുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. കാണാൻ നല്ല സുന്ദരിയാണ് പ്രിയ. അവൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസം. ഒത്തിരി പേർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും പ്രിയ സമ്മതിച്ചില്ല. ഹരി കണ്ണാടിയിലൂടെ പ്രിയയെ നോക്കി. അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. പ്രിയയുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ കാർ നിർത്തി. അവൾ പുറത്തിറങ്ങി ഗേറ്റ് തുറന്നു. മഴ അപ്പോഴും നിലച്ചിരുന്നില്ല. പ്രിയ കൈ തലയിൽ വെച്ചുകൊണ്ട് ഹരിയെ ഒരു കാപ്പിക്കായി ക്ഷണിച്ചു. നേരം ഇരുട്ടിത്തുടങ്ങുന്നതേയുള്ളൂ. പിന്നീടൊരിക്കലാകാം. ഹരി പുഞ്ചിരിയോടെ ആ ക്ഷണം എതിർത്തു. ഇതുവരെ സാർ വരൂ. അവൾ വീണ്ടും പറഞ്ഞപ്പോൾ അവനത് തട്ടിക്കളഞ്ഞില്ല. അവൾ ഗേറ്റ് തുറന്ന് കൈ തലയിൽ വെച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ഹരി കാർ ഓടിച്ച് അകത്തേക്കു കയറ്റി. അവൻ കാറിൽ നിന്നിറങ്ങിയപ്പോഴും നല്ലവണ്ണം ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഹരിയുടെ ഷർട്ടിലും മഴത്തുള്ളികൾ കൊണ്ട് നനഞ്ഞു. അവൻ കൈ തലയിൽ വെച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. വാതിൽ തുറക്കുന്ന പ്രിയയെ നോക്കി. പകുതി നനഞ്ഞ സാരിയിൽ വടിവത്ത ശരീരം കണ്ടപ്പോൾ അവൻ വേഗം കണ്ണുകൾ മാറ്റി. അവൾ ഹാളിൽ കയറി വേഗം ഒരു ടവലെടുത്ത് ഹരിക്ക് കൊടുത്തു. അവൻ ടവൽ വാങ്ങി തല നന്നായി തുടച്ച് അവൾക്ക് തിരികെ കൊടുത്തു. അവൾ ആ ടവൽ വാങ്ങി.
സാരിരിക്ക്, ഞാൻ കാപ്പിയെടുക്കാം, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. നനഞ്ഞ സാരി മാറ്റാതെ അവൾ പോകുന്നതും ഇരുന്നപ്പോൾ ഹരിയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവൻ ഹാളാകെ നോക്കി. പ്രിയയും ഭർത്താവും ഒന്നിച്ചുള്ള ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രിയയുടെ ഹസ്ബൻഡിനെ കാണാൻ. അവൻ ഓരോന്ന് ഓർത്തുകൊണ്ട് നിന്നപ്പോഴേക്കും കാപ്പിയുമായി പ്രിയ എത്തി. സുധീഷുള്ളപ്പോൾ എന്നെ ഒന്നും അറിയിക്കില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ ദൈവങ്ങൾക്ക് പോലും അസൂയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുധീഷിനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. അവളത് പറയുമ്പോൾ മിഴികൾ നനഞ്ഞിരുന്നു. അവന് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവൾ മിഴികൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ഹരിയോട് ഇരിക്കാൻ പറഞ്ഞു. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. അവൻ കാപ്പി ഊതി കുടിച്ചു. ഞാൻ ഇറങ്ങട്ടെ, മഴ കുറയുന്ന ലക്ഷണമില്ല. അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും ടീപ്പോയിൽ കാൽ തട്ടി വീഴാൻ പോയതും പ്രിയയുടെ ദേഹത്തേക്ക് മറിഞ്ഞതും പ്രിയ വേച്ചുപോയി. രണ്ടുപേരും കൂടി സോഫയിലേക്ക് വീണുപോയി. രണ്ടുപേരും ഒരുമിച്ച് സോഫയിൽ വീണത് പെട്ടെന്നായിരുന്നു. ഹരിയുടെ ദേഹത്തേക്ക് വീണ പ്രിയയുടെ ദേഹം ഹരിയുടെ അമർന്നു. ആ ഒരു നിമിഷത്തിൽ ഹരി പലതും മറന്നു. ഏതോ ഒരു തീരത്തേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിരുന്ന മനസ്സ് പ്രിയയിൽ ആ നിമിഷം നിറഞ്ഞു നിന്നു. അവളുടെ ഹൃദയത്തിൽ അടുക്കി വെച്ചിരുന്ന മോഹങ്ങളെല്ലാം പെയ്തിറങ്ങി. അവർ ഇരുവരും എല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി. അവനിലെ പുരുഷത്വം ഉണർന്നപ്പോൾ സ്വന്തമായവരെ മറവി മായ്ച്ചു കളഞ്ഞിരുന്നു. ഇന്നെന്താ ഇത്ര നേരം വൈകിയേ? അവൻ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഭാമ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അവന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നി. അവളെ ചതിച്ചതുപോലെയാണ് അവന് തോന്നിയത്. അവന് മനസ്സിൽ സങ്കടം നിറഞ്ഞു. എന്തു പറ്റി ഹരിയേട്ടാ? ഭാമ അവൻ്റെ മുഖം ശ്രദ്ധിച്ചപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. നല്ല തലവേദന. അവൻ ഒഴിഞ്ഞു മാറി. ഇത്രയും നേരം വൈകാൻ എന്തേ ഉണ്ടായത്? അപ്പോഴേക്കും അമ്മയും രംഗത്തെത്തി. ഓഫീസിൽ നിന്നും ഇറങ്ങാൻ ലേറ്റായി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. പിറ്റേന്ന് അവൻ ഓഫീസിൽ പോയില്ല. 2 ദിവസം ലീവ് എടുത്തു. ഭാമയുമായി അകന്നു നിൽക്കാൻ തുടങ്ങി. ഭാമയ്ക്ക് ആകെ വിഷമമായി. ഹരിയേട്ടൻ എന്താണ് പറ്റിയത്? അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവൾ ഹരിയെ വീക്ഷിക്കാൻ തുടങ്ങി. എത്ര സന്തോഷത്തോടെയാണ് തങ്ങൾ കഴിഞ്ഞിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെയാകാൻ എന്തു പറ്റി? അവൾക്ക് കരച്ചിൽ വന്നു. ഹരിയുടെ മനസ്സും നീറുകയായിരുന്നു. ഒടുവിൽ അയാൾ ഭാമയോട് എല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. തനിക്ക് പറ്റിയ തെറ്റ് അത് ഭാമയിൽ നിന്നും മറച്ചു വെച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കുകയില്ല. ഹരി ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് നീറി. താൻ പറഞ്ഞാൽ ഭാമ അത് ഏതു രീതിയിലെടുക്കും? അവൻ അങ്ങനെയും ആലോചിച്ചു. എന്തായാലും ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ, അവൻ തീരുമാനിച്ചു. അവൻ നേരെ ഭാമക്കരികിലെത്തി. ഹരിയേട്ടൻ ആകെ മാറിയിരിക്കണു. അവൾ അവനെ നോക്കി. ഭാമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൻ പറഞ്ഞപ്പോൾ. എന്തിനാണ് ഈ മുഖവുര എന്ന് അവൾ അത്ഭുതപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ഹരി അവളുമായി ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്തിനാണിങ്ങനെ ഒരു മുഖവുര? എന്തേ ഹരിയേട്ടാ? അവൾ ചോദിച്ചു. ഭാമേ, നീ എന്നോട് ക്ഷമിക്കണം. അവന് സങ്കടം പിടിച്ചു വയ്ക്കാനായില്ല. ഹരി എല്ലാം തുറന്നു പറഞ്ഞു. തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളിൽ നിന്നും ഒളിക്കാതെ അയാൾ അവളോട് തുറന്നു പറഞ്ഞു. ആ സമയത്ത് തനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അയാൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഭാമ നടുങ്ങി ഒരേ നിൽപ്പ് നിന്നു. ഹരിയേട്ടൻ പറയുന്ന ഓരോ വാക്കുകളും അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. അവൾ ഉൾക്കിടലത്തോടെ എല്ലാം കേട്ടുനിന്നു. ഹരി പറഞ്ഞു തീരും മുമ്പ് ഭാമ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവൾക്ക് പിന്നീടുള്ള നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് തോന്നിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്ക് ഹരിയോട് മിണ്ടാനേ തോന്നിയില്ല. ഹരിയാണെങ്കിൽ മനസ്സിലെ ഭാരം ഇറക്കി വച്ചല്ലോ എന്ന ആശ്വാസത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. അവർ പരസ്പരം മിണ്ടുന്നത് തന്നെ വിരളമായി. ആർക്കോ വേണ്ടി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഭാമ ഒരു തീരുമാനമെടുത്തു. പ്രിയയെ ഒന്ന് കാണണം. അവൾ അതിനായി ഒരുങ്ങിയിറങ്ങി. എന്നാൽ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പ്രിയ ഓഫീസിലെത്തിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അവിടെ നിന്നും പ്രിയയുടെ അഡ്രസ്സ് വാങ്ങി അവളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഭാമ പ്രിയയുടെ വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് അടച്ചിരുന്നു. അവൾ കുറേ നേരം നോക്കി നിന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഗേറ്റ് അടച്ചിരിക്കുകയാണ്. എന്താ മോളെ നോക്കുന്നത്? ഒരു ശബ്ദം കേട്ടപ്പോൾ ഭാമ തിരിഞ്ഞു നോക്കി. ഈ വീട്ടിൽ താമസിച്ചിരുന്ന പ്രിയയെ കാണാൻ വന്നതാ, അവൾ പറഞ്ഞു. ആ കൊച്ച് ഈ വീടെല്ലാം ഒഴിഞ്ഞല്ലോ. അവർ ഇവിടെ നിന്നും നാട്ടിലേക്ക് പോയിന്നാ അറിഞ്ഞത്. അയാൾ പറഞ്ഞതും ഭാമ ഒരു നിമിഷം നിന്നു.
പ്രിയയ്ക്ക് കുറ്റബോധം കൊണ്ട് നാട്ടിലേക്ക് പോയതാകാം എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരികെ പോരുമ്പോൾ ഹരിയുടെ മുഖം ഓർമ്മയിൽ വന്നു. അവൻ്റെ കുറ്റബോധം നിറഞ്ഞ മുഖം ഓർമ്മയിൽ വന്നപ്പോൾ അവൾക്ക് അവനോട് സഹതാപം തോന്നി. പ്രിയ നാട്ടിലേക്ക് പോയത് അവളിൽ ആശ്വാസം നിറച്ചു. തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഹരി എല്ലാം തുറന്നു പറഞ്ഞത്. തന്നോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇത് താൻ അറിയുമായിരുന്നില്ല. അവൾ ഹരിയേട്ടനോട് ക്ഷമിക്കാൻ തയ്യാറായി. അന്ന് രാത്രി ഹരി വന്നപ്പോൾ അവളിലെ ഒരു സംശയം ദൂരീകരിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത്. കുറേ ദിവസമായി അവൾക്കൊരു സംശയം മനസ്സിൽ കയറിക്കൂടിയിരുന്നു. ഒരു കുഞ്ഞു അതിഥി അവർക്കിടയിലേക്ക് വരുന്നു. ആ വിവരം ഹരിയോട് പറയാവുന്ന ആ ദിവസമാണ് ഹരി ആകെ ടെൻഷനടിച്ച് എത്തിയത്. ആ സമയത്ത് അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. താൻ ഒരു സത്യവതിയൊന്നുമല്ല. എങ്കിലും അവൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി എല്ലാം മറക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഭാമ ഹരി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവനോട് സംസാരിച്ചു. അവൻ അവളുടെ പ്രവൃത്തിയിൽ ആകെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നോക്കി നിന്നു. അന്നു രാത്രിയിൽ ഭാമ അവനോട് കൂടുതൽ സംസാരിച്ചു. ഭാമേ, എനിക്ക് പൊറുക്കുമെന്ന് ഞാൻ കരുതിയതല്ല. നീയാണേ സത്യം. എൻ്റെ മനസ്സ് അങ്ങനെ പറ്റിപ്പോയതാണ്. ഹരി കരഞ്ഞുകൊണ്ട് തൻ്റെ തെറ്റ് വീണ്ടും ഏറ്റുപറഞ്ഞു. ഭാമയ്ക്കും സങ്കടം വന്നു. മറക്കാനും പൊറുക്കാനും കഴിവുള്ളവരാണല്ലോ നമ്മൾ, അവൾ സങ്കടത്തിൽ പറഞ്ഞു. എന്നിട്ട് അവനേറ്റവും സന്തോഷം കൊടുക്കുന്ന ആ വാർത്ത പറഞ്ഞു. അത് കേട്ടതും ഹരി വിശ്വാസമാകാതെ അവളെ കെട്ടിപ്പിടിച്ചു. ആ കരവലയത്തിലുണ്ടായിരുന്നു എല്ലാം: പറ്റിപ്പോയ തെറ്റുകളും വരാൻ പോകുന്ന സന്തോഷ നിമിഷങ്ങളും.